നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ? അപ്പൊ ഇലക്ഷനിൽ UDF ആണോ LDF ആണോ NDA ആണോ അധികാരത്തിൽ വരിക കേരളത്തില്? ഇപ്പൊ UDF LDF ചാൻസ് ഒരുമാതിരിയാ. ചേട്ടൻ എന്താ തോന്നുന്നേ? എനിക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നു. ആര് വേണേലും വരാം, ആര് വേണമെങ്കിലും വരാം. ചാൻസ് കൂടുതൽ UDF ഇത്തിരി. കാരണം മറ്റേ ഭരണത്തിന്റെ വ്യത്യാസം ഉണ്ടാവല്ലോ, അതിന്റെ ഉണ്ടാവും. ചാൻസ് കൂടുതൽ UDF അല്ലേ? NDA ആണെങ്കിലും വരില്ല, നമ്മൾ ഉറപ്പാ. UDF കൊണ്ടുവന്ന് UDF വരട്ടെ. UDF വരട്ടെ. മാറ്റം വന്നാലോ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് UDF വരും. UDF ആയിരിക്കും. ഇനിയിപ്പോ ഒരു UDF ഭരണം വരേണ്ട സമയമായിട്ട് കാട്ടപ്പൊക്കെ വരണം. അത് BJP തന്നെ വന്നാലേ ശരിയാവുള്ളൂ. കേരളത്തിലെ അധികാരത്തിൽ വരാൻ UDF-നോടാണ് താല്പര്യം. UDF വരുമെന്ന് വിചാരിക്കുന്നു. UDF ആണ് തീർച്ചയാണ്. അത് ഞങ്ങളുടെ UDF വരും. പിന്നെ ഉറപ്പല്ലേ, 110 സീറ്റ് മേടിച്ച് ഞങ്ങൾ വരും. LDF വരും. UDF അധികാരത്തിൽ വരും. തീർച്ചയായും UDF. ജനവികാരം UDF-ന് അനുകൂലമായിട്ടാണ്. കാരണം ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അല്ല ജനങ്ങൾക്ക് വേണ്ടത്. UDF അധികാരത്തിൽ UDF ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. 100-ൽ-പരം സീറ്റുകൾക്ക് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നിരിക്കും. UDF ഇവിടെ UDF ആയിരിക്കുള്ളൂ. UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. ഇവിടെ അധികാരത്തിൽ UDF വരുന്നു. UDF വരും. ഞാൻ UDF. മനോജ് മൂർത്തിയാണ് UDF ബഹുഭൂരിപക്ഷം ജയിക്കും. അത് സാധാരണക്കാരും പാവപ്പെട്ട തീർച്ചയായിട്ടും വരും. കാരണം ഈ പിണറായി വിജയന്റെ ഈ 10 വർഷം കൊണ്ട് പാവപ്പെട്ടവന്റെ പക്ഷത്ത് ചേർന്ന പാർട്ടിക്കാരവർ. അവർ പാവപ്പെട്ടവന്റെ പക്ഷത്ത് ചേർന്നിട്ടില്ല. പാവപ്പെട്ടവന്റെ പക്ഷത്ത് ചേരാത്തോടത്തോളം കാലം അവർ ജനം മാറ്റി. UDF ആണ് ജയിക്കുള്ളൂ.